സ്വർഗീയ മാരാർജി, അദ്ദേഹം പലവട്ടം എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ പ്രാന്ത കരയേറ്റത്തിൽ അദ്ദേഹം വന്ന് കുറേ നേരം എൻ്റെ അടുത്തിരുന്ന് കാലില്ലാത്തൊരു വിഷമമുണ്ടോ എൻ്റെ കുട്ടിക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തോളത്തിങ്ങനെ തട്ടി ഇവൻ ചിരിച്ചുകൊണ്ടില്ല എന്ന് പറഞ്ഞു. എന്തൊരു വിഷമിക്കണം, 2 കാലുകളല്ലേ മോന് നഷ്ടമായിട്ടുള്ളൂ, മോന് വേണ്ടി ചലിക്കാൻ 1000 കാലുകളില്ലേ, സഹസ്രപാദനല്ലേ. മാരാർജി പറയുകയാണ്. നമ്മുടെ CK പത്മനാഭൻ, പപ്പേട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്നു, അദ്ദേഹം ഈ സംഭവം പറഞ്ഞപ്പോ പപ്പേട്ടൻ നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം എന്ന് അവിടെയുള്ള നമ്മുടെ കാര്യകർത്താക്കൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ആശുപത്രിയിലേക്കല്ല ഞാൻ ആദ്യം പോകുന്നത്, മാഷിന്റെ വീട്ടിലേക്ക് പോകണം, അവിടെ മാഷിന്റെ സഹോദരിമാരുണ്ട്, അവരെ കാണണം, ഞാൻ അവിടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പപ്പേട്ടൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. വിഷമിച്ചിരിക്കുന്ന സഹോദരിമാരെ സാന്ത്വനിപ്പിക്കാൻ. എൻ്റെ പ്രദേശത്തുള്ള സംഘ സ്വയം സേവകര് അതെനിക്ക് അപകടം പറ്റുമ്പോൾ വിരലിലുണ്ടാവുന്ന അത്രയും പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് ആധിപത്യ മേഖലയാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സംഘത്തിന്റെ 100 കണക്കിന് കരുത്തരായ പ്രവർത്തകർ ഇന്ന് എൻ്റെ ശാഖയിലൂടെ വളർന്നു വന്നിട്ടുണ്ട്. അവിടെ ഒരു സഹകരണ സംഘം, വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സ്വയം സേവകരുടെ കാർമ്മികത്വത്തിൽ അവിടെ വലിയൊരു സേവാ കേന്ദ്രം പടുത്തുയർത്താനുള്ള പരിശ്രമത്തിലാണ്. ഈ അടുത്തു വരുന്ന വിഷു സമയമാകുമ്പോഴേക്കും അതിൻ്റെ ഉദ്ഘാടനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെയുള്ള നമ്മുടെ സ്വയം സേവകർ.